പുറത്ത് പോവാം, ടാറ്റ പോവാം. ടാറ്റ പറ. വേണ്ടേ? അപ്പം അത്രയും ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം 10 രൂപ മാത്രമേ ഉള്ളൂ. നമ്മൾ എയർപോർട്ടിലെത്തി ഗൈസ്. ഫൈനലി നമ്മളെത്തിയിരിക്കുകയാണ് ഗൈസ്. ആ ഫോഗ് വെള്ളത്തിൻ്റെ ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ അതാ പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മളിന്ന് പുറത്തേക്ക് പോവുകയാണ്. ജസ്റ്റ് ഒന്ന് പുതിയൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. ചെന്നൈയിൽ വന്നിട്ട് നമ്മൾ ഇതുവരെ ഓൾമോസ്റ്റ് കുറേ സ്ഥലമൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പുതിയൊരു സ്ഥലത്ത് പോയി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പം ആദ്യമായിട്ടാണ് പോകുന്നത്. എങ്ങനെയാണ് ഏതാ പോകുന്നതെന്നെല്ലാം വഴിയെ കാണാം. പുറത്ത് പോവാം, ടാറ്റ പോവാം. ടാറ്റ പറ. വേണ്ടേ? ടാറ്റ പോണ്ട പോലും. ടാറ്റ പറ. ടാറ്റ ടാറ്റ പോണ്ട പോണ്ട. ടാറ്റ പറ. എന്നാ പിടിക്ക് പിടിക്ക് പിടിക്ക്. നമുക്ക് ടാറ്റ പോവാ. വേണ്ട, അത് വേണ്ടേ? അയക്കണാ അയക്കണാ? വേണ്ട, അത് വേണ്ടേ? അയക്കട്ടെ അയക്കട്ടെ. ആ അതന്നെ, ഞാൻ അരിഗ്നാറാണ്. നമ്മൾ ഇറങ്ങുന്നതാണ്. ഓ ഇത് ക്യാപ്പ് എടുക്കാൻ മറന്നുപോയി ഗൈസ്. അത് മറന്നു പോകാൻ വിടില്ല അല്ലേ? ക്യാപ്പ് എടുത്തു. അതിന് ക്യാപ്പ് നോക്കരുത്. ടാറ്റ പറ. ബൈ 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 ടാറ്റ. അപ്പോൾ നമ്മൾ ഇറങ്ങുവാണ്. ബായ്. ഗ്യാസ് ഓഫ് ആക്കി. അപ്പം നമ്മളിത് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ആ ക്രോക്സ് മാറ്റി. അത് ഭയങ്കരമായിട്ട് ടൈറ്റാണ്. ഞാനൊന്ന് കാല് കഴുകട്ടെ. ഇനിയിപ്പം നമ്മൾ പോകുന്നത് ആക്ച്വലി കലിഗ്നാർ സെൻറ്റിനറി പാർക്ക് എന്നൊരു പാർക്കിലാണ്. ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ കണ്ടിട്ടാണ് നമ്മൾ അങ്ങനൊരു സ്ഥലം ഉണ്ടെന്ന് അറിയുന്നത്. പോയി നോക്കാം എന്താ അവസ്ഥ എന്നൊന്നും അറിയില്ല. പോകേണ്ട വഴിയൊന്നും വലിയ ധാരണയില്ല. എന്നാലും മെട്രോ ഉണ്ടല്ലോ, ട്രെയിൻ ഉണ്ടല്ലോ, ചോദിച്ച് പോകാം. നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇവിടെ എൻ്റെ പഴയ സബ്സ്ക്രൈബേഴ്സിനെ അറിയായിരിക്കും, ഇവിടെ ഫുള്ള് അധികം ആൾക്കാരും പബ്ലിക് ട്രാൻസ്പോർട്ടാണ് യൂസ് ചെയ്യുക. മറ്റേത് ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളെല്ലാം ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ ലോക്കൽ ട്രെയിനാണ് കൂടുതൽ പേര് യൂസ് ചെയ്യുന്നത്. നമ്മളെ എപ്പോഴും ലോക്കൽ ട്രെയിൻ മാത്രമേ അധികം പോകുമ്പോൾ വരുമ്പോഴൊക്കെ ലോക്കൽ ട്രെയിനാണ് എടുക്കാറ്. പിന്നെ എന്താ പറയുക, അപ്പം ഇവിടുന്ന് ആയിക്കോട്ടെ റെയിൽവേ സ്റ്റേഷനിലേക്ക്, എയർപോർട്ടിലേക്ക്, എല്ലാ സ്ഥലത്തേക്കും ഒറ്റ റൂട്ടാണ്. അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. അപ്പോൾ ഇവിടെ വണ്ടീൻ്റെ ആവശ്യമേ ഇല്ല. നമുക്ക് പ്രൈവറ്റ് വണ്ടീൻ്റെ ആവശ്യമില്ല. കാരണം ഉണ്ടെങ്കിൽ തന്നെ ബ്ലോക്കിൽ പെട്ട് പണിയാവും. ഇതാകുമ്പം കറക്റ്റ് ടൈമിന് ഇടയ്ക്കിടയ്ക്ക് ട്രെയിൻ, നമ്മൾ ബസ് പോലെ തന്നെ ട്രെയിനും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ കറക്റ്റ് ടൈമിന് എത്താനും ഒക്കെ എളുപ്പമാണ്. ബ്ലോക്കും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് പെട്ടെന്ന് എത്താം. അതുകൊണ്ട് അപ്പോൾ നമ്മളിപ്പം ടിക്കറ്റ് എടുത്തു. നമ്മളിപ്പോൾ ടിക്കറ്റ് എടുത്തിട്ടുള്ളത് എയർപോർട്ടിലേക്കാണ്. ഇവിടുന്ന് ഒരു 3-4 സ്റ്റോപ്പ് വ്യത്യാസമുള്ളൂ എയർപോർട്ടിലേക്ക്, ചെന്നൈ എയർപോർട്ടിലേക്ക്. അപ്പോൾ അവിടെ എത്തിയിട്ട് അവിടുന്ന് മെട്രോന് പിന്നെ ബാക്കി പോകണം. ബാക്കി ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. പിന്നെ വേറൊരു പ്രത്യേകത വെച്ചാൽ, ഞാൻ പുതിയ സബ്സ്ക്രൈബേഴ്സിനാണ് പറയുന്നത്, അവിടെ മാക്സിമം ട്രെയിനിന് എത്ര ദൂരം, 1 മണിക്കൂർ 1.5 മണിക്കൂർ ഡിസ്റ്റൻസ് ഉണ്ട് ഇവിടെ ഫസ്റ്റ് സ്റ്റോപ്പ് മുതൽ ലാസ്റ്റ് സ്റ്റോപ്പ് വരെ. അപ്പോൾ അത്രയും ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം 10 രൂപ മാത്രമേ ഉള്ളൂ. പിന്നെ മിനിമം ചാർജ് 5 രൂപ. 5 രൂപയ്ക്ക് ഇവിടെ എയർപോർട്ടിലൊക്കെ 5 രൂപയുണ്ട്. ഇവിടെ ഗിണ്ടി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഗിണ്ടി വരെ സെയ്താപ്പേട്ട് വരെ 5 രൂപയുള്ളൂ. അത് കഴിഞ്ഞിട്ട് 10 രൂപ. അപ്പോൾ അത് ഭയങ്കര ഒരു നല്ല കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട്. ഇപ്പം വലിയ തിരക്കില്ല. ഇപ്പോഴത്തന്നെ ട്രെയിൻ വരുന്നുണ്ട്. അപ്പം ഇപ്പുറത്തൂടെ വന്ദേ ഭാരത് വരുന്നുണ്ട്. നല്ല വെയിലാണ്. ഇപ്പോൾ കുറച്ച് കുറവുണ്ട്. ട്രെയിന് ആകുമ്പം കുറച്ചും കൂടെ സുഖമാണ്, ബസ്സിലെ പോലെ അങ്ങനെ. പക്ഷേ ഇവിടുത്തെ ബസ്സിലാണെങ്കിൽ അടിപൊളിയാണ് ട്രാവൽ ചെയ്യാനൊക്കെ. ഇതാ വന്ദേ ഭാരത്. വന്ദേ ഭാരത് മെല്ലെ വരുന്നേ ട്രെയിൻ. ചെന്നൈ ബീച്ച് ട്രെയിനാണ് നമുക്ക് പോകേണ്ട. അങ്ങനെ നമ്മളെ ട്രെയിൻ വന്നിരിക്കുകയാണ്. ട്രെയിൻ വന്നു. തിരക്കുണ്ടല്ലേ? ആ ഇല്ല, വലിയ തിരക്കില്ല.
അത് ട്രെയിൻ വന്ന് പോകുന്നില്ല. എല്ലാം അവൻ തുള്ളു ആദ്യം. ട്രെയിൻ വന്നു അച്ചോട് പറ. ട്രെയിൻ വന്ന് പറ. അമ്മ പോട്ടെ. ലേഡീസിന് വലിയ തിരക്കില്ല. അവിടെ കയറണ്ടായിരുന്നു. ബിസ്ക്കറ്റിന് വേണ്ടിട്ട് പറഞ്ഞു. നമ്മളങ്ങനെ എയർപോർട്ട് എത്തി. ഇവിടുന്ന് മെട്രോ കയറണം. റോഡ് ക്രോസ് ചെയ്യുന്ന കേസ്. ചെന്നൈ എയർപോർട്ട്. നമ്മള് എയർപോർട്ടിലെത്തി കേസ്. ഇനിയിപ്പം മെട്രോ സ്റ്റേഷനിലേക്ക് പോകണമാണ്. മോള് PVR. മെട്രോ സ്റ്റേഷനെത്തി. ഇനിയിപ്പോൾ ടിക്കറ്റ് എടുക്കണം. ഏത് സ്റ്റേഷനിലേക്ക് വിട്ടേനു? 1000 ലൈറ്റ്സിലേക്ക്. അങ്ങോട്ടേക്ക് ഇവിടുന്ന് മെട്രോ ഉണ്ടാവുമായിരിക്കും വിചാരിക്കാം. ടിക്കറ്റ് കൗണ്ടർ. ആദ്യം എസ്കലേറ്റർ കണ്ട അതിനകത്ത് കയറണം. അതിനാണ് ഈ വാശി പിടിക്കുന്നത്. ഇവിടെ എസ്കലേറ്റർ ഉണ്ട് താഴോട്ട് പോകുന്നത്. നമുക്ക് മുകളിലേക്കല്ലേ പോകേണ്ടത്. അപ്പോൾ കുറേ സമയം പറഞ്ഞു അമ്മ 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 ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എസ്കലേറ്ററിൽ പോകണോ? അതിലാണോ പോകണ്ടേ? എസ്കലേറ്ററിലാണോ പോകണ്ടേ? എസ്കലേറ്ററിൽ പോവാൻ. എസ്കലേറ്ററിൽ പോകാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് കയറേ. ഏത് റൂട്ടാ? 1 അപ്പുറത്ത്. അതാ വിംകോ നഗർ, ഗിണ്ടി സെൻട്രൽ. പിന്നെ അതും എസ്കലേറ്റർ. പക്ഷെ അവന് ഇറങ്ങുന്ന ഇഷ്ടം കയറുന്നതിനെ കാണി. ആറ്റിറ്റ്യൂഡ് ഇട്ട് നിൽക്കുന്നുണ്ട്. ആറ്റിറ്റ്യൂഡ് ഓപ്പൺ ആക്കിയിട്ടില്ല. ഇവിടെ നിർത്തിയിട്ടത് ഇവിടെ തന്നെ ആയിരിക്കൂലേ? അയ്യോ അത് പോകുന്നേ. ആളൊന്നും ഇല്ലല്ലോ. ആളുണ്ട് കേട്ടാ. അയ്യോ പോയോ? ഇതാ പെട്ടെന്ന് റൂട്ട് മാറുന്നുണ്ട്. മറ്റേ നമ്മുടെ ട്രെയിൻ. നമ്മളിപ്പോൾ ഇതാ ഇവിടെയുള്ളത്. ഇനി നമ്മളിങ്ങനെ പോയി ഇവിടെ എത്താം. 1000 ലൈറ്റ്. അയ്യോ എല്ലാം കാലിയായിരിക്കും. ഇവിടെ ഇരിക്കല. ഇങ്ങ് വാ. ഇവിടെ ഇരിക്കണ്ട. പുറത്ത് കാണില്ലല്ലോ. അന്നേരം അപ്പുറം ഇംഗ്ലീഷ്. അതാ അത് ഇംഗ്ലീഷ്. ഇവിടെ തമിഴിലാണ് ബോർഡുള്ളത്. ആ അപ്പുറത്തെ കമ്പാർട്ട്മെൻറ്റിൽ ഇംഗ്ലീഷിലാണ്. അങ്ങനെ നമ്മൾ മെട്രോയിൽ കയറി. മുട്ടയടിക്കാത്ത കൂട്ടാണ്. മെട്രോ ഇറങ്ങി ഇനി നടക്കുന്നത്. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ചിലപ്പം ഊബർ പിടിക്കേണ്ടി വരും. റാപ്പിഡോ തന്നെ പിടിക്കേണ്ടി വരും. കാരണം കുറച്ച് 1 കിലോമീറ്റർ ഉണ്ട്. മെട്രോ പോയി. നമ്മളങ്ങനെ പുറത്തിറങ്ങി. ഇനി ഇവിടുന്ന് ഊബർ എങ്ങാനും ബുക്ക് ചെയ്യണം. അല്ലെ ഓട്ടോനോ എങ്ങനെയെങ്കിലും പോകേണ്ടി വരും. ഒരു
1 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ അപ്പുറത്തെ സൈഡിലായിരുന്നു പോയത്, നമുക്ക് അറിയില്ലായിരുന്നു ഏത് സൈഡിലേക്കാണ് പോകേണ്ടതെന്ന്. എന്നിട്ട് തിരിച്ച് നമ്മൾ മെട്രോൻ്റെ അണ്ടർഗ്രൗണ്ട് വഴി തന്നെ വന്നിട്ട് ഇപ്പുറത്തെ സൈഡിൽ വന്നു. ഇങ്ങോട്ടേക്കാണ് പോകേണ്ടത്, സൈഡിലേക്ക്. പോവും. നമ്മൾ ബസ്സിലാണ് ഗൈസ് പോകുന്നത്. നമ്മൾ 1000 ലൈറ്റ്സ് മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ട് ബസ് കയറിയിട്ടാണ് വന്നത്. ആകെ 5 രൂപ ഉള്ളൂട്ടേക്ക് ബസ്സിന്. നമ്മളെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമല്ലോ. അപ്പോൾ അങ്ങനെ ബസ്സിൽ കയറി ഇവിടെ എത്തി. ഒരു മിനിറ്റ് അങ്ങനെയായിട്ടുള്ളൂ, 2 മിനിറ്റ് എത്ര 1 കിലോമീറ്ററേ ഉള്ളൂ. പക്ഷേ ഇവിടെ ഇറങ്ങിയിട്ട് നടക്കാനുണ്ട്. കാരണം ഇവിടെ ബ്രിഡ്ജിൻ്റെ സൈഡിലൂടെ സർവീസ് റോഡ് വഴി നടക്കാനൊരു 500 മീറ്റർ അങ്ങനെയായിട്ടേ ഉള്ളൂ നടക്കാൻ. അപ്പോൾ നടന്നുകൊണ്ടിരിക്കും. നല്ല ബ്രിഡ്ജ്, അടിപൊളി അല്ലേ? നല്ല പണ്ട് കുറേ പഴക്കമുള്ള പോലത്തെ. ഇതൊക്കെ എന്താണെന്നൊന്നും അറിയില്ല, നമ്മളാദ്യമായിട്ട് ഈ വഴിക്കെല്ലാം വരുന്നത്. US കോൺസുലേറ്റിൻ്റെ ഓഫീസാണെന്ന് തോന്നുന്നു. വളരെ ശരിയാണ്, ഇതുവരെ വളരെ ശരിയാണ്. കത്തീഡ്രലാണ്, ഇതിൻ്റെ വർക്കാന്ന് തോന്നുന്നു നടക്കുന്നല്ലേ. സെൻറ്റ് ജോർജ് കത്തീഡ്രൽ. ഫൈനലി നമ്മളെത്തിയിരിക്കുകയാണ് ഗൈസ്. പിന്നെയല്ലേ, ഐ തിങ്ക് സോ. വാവ്, നല്ല എൻട്രൻസ് അല്ലേ. അവിടെ ഭയങ്കര റേറ്റാണ്. സ്റ്റിൽ ക്യാമറ, ഫോട്ടോ ക്യാമറ, വാട്സപ്പ് ബുക്കിംഗ് ഗൈസ്. അങ്ങനെ ഫൈനലി നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇത് ആക്ച്വലി കലൈഗ്നാർ സെൻറ്റനറി പാർക്ക് എന്നാണ് ഇതിൻ്റെ പേര്. ഇത് ഒരുപാട് കാലം 2024 ഇത് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം 1 വർഷം ആവുന്നേ ഉള്ളൂ, 1 വർഷം ആയതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പലർക്കും ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഉണ്ടാവില്ല. നമ്മളിങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ റീൽസ് കണ്ടാണ് വന്നത്. അപ്പോൾ ഇത് ആക്ച്വലി ഉള്ള സ്ഥലം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോപാലപുരം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ്, ചെന്നൈയിൽ തന്നെ. അതിൽ ഇവിടെ ഒരു അണ്ണ ഫ്ലൈ ഓവർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫ്ലൈ ഓവറുണ്ട്. ഞാൻ നേരത്തെ വീഡിയോ ഇങ്ങോട്ട് വരുമ്പം കാണിച്ചിരുന്നു. അപ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു എന്താ സംഭവമെന്ന്. ഇപ്പോൾ ഞാനിവിടെ എത്തി ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോഴാണ് സംഭവം മനസ്സിലായത്. അപ്പോൾ ആ അണ്ണ പാർക്കിൻ്റെ താഴെ, അതായത് ഫ്ലൈ ഓവറിൻ്റെ താഴെ ഒരു സർവീസ് റോഡുണ്ട്. സർവീസ് റോഡിൻ്റെ പേരാണ് കത്തീഡ്രൽ റോഡ് എന്ന് പറയും. ഇവിടെ ഒരു സെൻറ്റ് ജോർജ് കത്തീഡ്രലൊക്കെ ഉണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റാണ് ഇത് വരുന്നത്. ഇതിന് മുന്നേത്തെ പാർക്കിൻ്റെ പേര് ഞാൻ പറഞ്ഞ സെമ്മൊഴി പാർക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റാണ് ഈ ഒരു സെൻറ്റിനറി പാർക്കുള്ളത്. അപ്പോൾ ഇവിടെ എന്താ സംഭവം, ഏതാ ഉള്ളതെന്നൊന്നും അറിയില്ല. നമ്മളും നോക്കിയിട്ട് ബാക്കി പിന്നെ പറഞ്ഞുതരാം. കുറേ വഴിയുണ്ട്, ആ സൈഡിലുണ്ട് ഈ സൈഡിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ കുറേ ഫോട്ടോ സ്പോട്ടും അങ്ങനെ കാര്യങ്ങളെല്ലാം ഉണ്ട്. ബഗ്ഗി ഒരു ബൊഗൈൻ വില്ലേ തന്നെ പല കളറ്. അത് സൂപ്പറാക്കിനല്ലേ. ഗാന്ധിജി, അതും ഇതരാ ഗാന്ധിജി. ഇവിടെ കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളെല്ലാം ഉണ്ട്. സിപ്പ് ലൈനെല്ലാം നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ, 6 മണിക്ക് ക്ലോസ് ചെയ്യും. അപ്പോൾ അതിന് ഫുഡ് കൊടുക്കലാന്ന്. അതിന് കുറേ കാണാനുണ്ട്, നോക്കാം. ഒരുപാട് ടൈം എടുത്ത് കണ്ടു തീർക്കാനുള്ള കാര്യങ്ങൾ ഈ ഒരു പാർക്കിനുള്ളിൽ തന്നെ ഉണ്ട്. കൂടുതലായിട്ട് ചെടീനെയും പ്ലാന്റ്സിനെയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപാട് ഓപ്ഷൻസും കാര്യങ്ങളും അതിനെ കാണാനും പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവർ വലിയ പ്ലാന്റ്സ് ഉൾപ്പെടെ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചത് ആയിരിക്കുമല്ലോ എന്തായാലും. അപ്പോൾ അത് ഭയങ്കര അത്ഭുതമാണ്, കാരണം ഇത്രയും വലിയ പ്ലാന്റ്സ് ഒക്കെ ഉണ്ടല്ലോ. പിന്നെ ഇങ്ങനെ ഓരോ ഓർക്കിഡിൻ്റെ കളക്ഷൻസ്, അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് അങ്ങനെയൊക്കെ ഉണ്ട്. ശരിക്കും കണ്ടു തീർക്കാനാണെങ്കിൽ കുറച്ച് നേരത്തെ വന്നു കഴിഞ്ഞാൽ നമുക്കിതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. പിന്നെ ആകെ കണ്ട ഒരു നെഗറ്റീവ് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ 100 രൂപ കൊടുത്തിട്ടാണ് എൻട്രി ഫീ കൊടുത്തിട്ടാണ് കയറുന്നത്. അതല്ലാണ്ട് അതിനുള്ളിൽ അത് കണ്ടോ, ആ പക്ഷീൻ്റെ ഒരു ബേർഡ് സെഞ്ചുറി പോലത്തെ കുറേ പക്ഷികളിലൊരു സംഭവമുണ്ട്. അതിനകത്ത് കയറാൻ എക്സ്ട്രാ പേയ്മെൻ്റ് ആണ്. അതും ചെറിയ
പേയ്മെൻ്റ് ഒന്നും അല്ല, ഒരു 150 രൂപ പെർ പേഴ്സണൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് എന്തായാലും നമുക്ക് വലിയൊരു നഷ്ടമാണല്ലോ. ഇതാ സിപ്പ് ലൈനിൽ കൂടെ ആൾക്കാർ പോകുന്നുണ്ട്. പിന്നെ ഇതാ ആ ഗ്ലാസിൻ്റെ ഉള്ളിൽ കാണുന്നത് കുറേ പ്ലാന്റ്സ് വെച്ചിട്ടുള്ളൊരു സ്ഥലമാണ്. ഇതുപോലെ തന്നെ എക്സിബിഷൻ പോലത്തെ സംഭവമാണെന്ന് തോന്നുന്നു. അതിൽ കയറാനും എക്സ്ട്രാ പേയ്മെൻ്റ് ഉണ്ട്. അത് മാത്രമാണ് ഒരു നെഗറ്റീവായിട്ട് തോന്നിയിട്ടുള്ളത്. കാരണം ഒരുപാട് പേരെയൊക്കെ കൂട്ടിയിട്ട് വരുമ്പോൾ അത്രയും എമൗണ്ട് നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഇതാ ഈ ഒരു ആർച്ച് കണ്ടോ, ഈ ഒരു പാസേജ് പോലത്തെ സ്ഥലം എന്തോ ഭംഗിയാണെന്നറിയോ. അവിടുന്ന് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് നല്ല തിരക്കാണ്. അതുകൊണ്ട് നമ്മൾ അധികം അങ്ങോട്ടേക്ക് പോയിട്ടില്ല. പിന്നെ ഇവിടെ ഓരോ കോർണർ നോക്കുവാണെങ്കിലും ഫോട്ടോസ് എടുക്കാൻ പറ്റുന്നതും നല്ല എസ്തെറ്റിക്കായിട്ട് ചിലതൊരു വിൻറ്റേജ് എഫക്റ്റൊക്കെ കൊടുത്തിട്ട് നന്നായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് എന്താ പറയുക, എൻവയോൺമെൻറ്റായിട്ട് ഇണങ്ങിയിട്ടുള്ള കുറേ സംഭവങ്ങളാണുള്ളത്. ഇവിടെ മ്യൂസിക് ഇട്ടതുകൊണ്ട് ഓൺ വോയിസ് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ എന്തായാലും വോയിസ് ഓവറേക്കും കൊടുക്കാം. ഒരു രക്ഷയില്ല, ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലം. ഇവിടെ വന്നു കഴിഞ്ഞാൽ 6 മണി വരെ ടിക്കറ്റ് ഉള്ളൂ എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ ലൈറ്റും കാര്യങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട്, ഏറുമാടം കാര്യം. പിന്നെ ഉള്ളത് കുട്ടികളെ കളിക്കേണ്ട പാർക്കാണ്. വാ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. എൻട്രി ടൈം അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത് 6 മണി വരെയാണ്. എനിക്ക് തോന്നുന്നത് 6 മണി വരെയാണ് ടിക്കറ്റ് കൊടുക്കുന്നതെന്ന്. പക്ഷേ പാർക്ക് ക്ലോസ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു 8 മണി 9 മണി വരെ ഉണ്ടെന്ന് തോന്നുന്നു. കാരണം നമ്മളവിടെ ഏകദേശം ഒരു 7:30 7:45 വരെ ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ തുറന്നിട്ടായിരുന്നു ഉണ്ടായിരുന്നത്, ക്ലോസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതാ നമ്മൾ നേരെ ഇനി വന്നിട്ടുള്ളത് കുട്ടികളെ പാർക്കിലാണ്. നല്ല അടിപൊളി പാർക്കാണ്. പക്ഷേ ഇവിടെയുമുള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില റൈഡ് പേ ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആദ്യം വന്നിട്ട് വൻ സീന്, എല്ലാത്തിലും അവര് കയറുന്നത്. എങ്ങനെ കയറാനാ ചോദിച്ചാൽ പിന്നെ ഒരു സന്തോഷത്തിന് വേണ്ടി നമ്മളിങ്ങനെ ചെയ്യുന്നു. എണീക്കത്തില്ലേട്ടാ. 1 2 1 2 താക്കണ്ടിട്ടാണ് നോക്കുന്നത്. ഓക്കെ, ഇവിടെ കുറേ ആക്ടിവിറ്റീസും കാര്യം ചിലതെല്ലാം പേയബിളാണ്. പക്ഷെ ബാക്കിയെല്ലാം ഇങ്ങനത്തെ. അയ്യോ അയ്യോ കാല് നോക്കണേ, കാല് ഇതായി പോരഞ്ഞു. അവനതിൻ്റെ അടുത്ത് ഇറങ്ങണ്ട. അത് അയ്യോ ആധുനിക കുഞ്ഞു മക്കളെ ഭയങ്കര ഇഷ്ടമാണ്. അവരോട് കളിക്കാനും കാര്യങ്ങൾക്കൊക്കെ. ഇപ്പം നാട്ടിൽ പോയി കഴിഞ്ഞാലും ഋത്തുവിൻ്റെ നിലേൻ്റെ കൂടെയൊക്കെ കളിയാണ്. അപ്പോൾ അവരെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പക്ഷേ ഇവനാകെ കുഞ്ഞതല്ലേ ആയിട്ടുള്ളൂ, റൈഡിലൊന്നും കയറാനൊന്നും ആയിട്ടില്ല. പക്ഷേ എല്ലാത്തിലും കയറണം എന്നിട്ട് ഇങ്ങനെ ആ കുട്ടികളിരുന്ന് ആടുമ്പോൾ അതിൻ്റെ അകത്ത് പോയിട്ട് ഇരുന്നതാണ്. പക്ഷെ നമുക്കൊരു രസം, അവൻ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. കുറച്ചും കൂടെ വലുതായിട്ടാണെങ്കിൽ അടിപൊളിയായിരിക്കുമായിരുന്നു. കാരണം എല്ലാ റൈഡിലൊക്കെ കയറുമ്പോൾ നല്ല രസമായിരിക്കൂലേ. പക്ഷേ അവിടുന്ന് ഒരു കുട്ടി ഇതുപോലെ തന്നെ റൈഡ് കയറുമ്പോൾ വീണിട്ടുണ്ടായിരുന്നു തൊട്ടപ്പുറത്തുനിന്ന്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കെന്തോ പേടിയായി. പേടി മാത്രമല്ല, ഭയങ്കര സങ്കടമായി. ചോരയൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പം എനിക്കെന്തോ പോലെയായി. പിന്നെ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റിയിട്ടില്ല. എനിക്ക് ഈയിടെയായിട്ടുള്ളൊരു പ്രശ്നമാണ്, കുഞ്ഞു മക്കൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ എനിക്കൊക്കെ ട്രോമ പോലെയാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ വേഗം തിരിച്ചിട്ട് ഇപ്പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് അവൻ തീരെ വരുന്നില്ല. ആദ്യം എങ്ങനെയെങ്കിലും എന്തിലൊക്കെങ്കിലും കയറണം. പക്ഷെ അവന് കയറുന്ന ലിമിറ്റഡ് ആണല്ലോ. ഇത് തലവരെ ചൂടി കാണിക്കുന്നുണ്ട്, എന്തെന്നാന്ന് ആർക്കറിയാം. പക്ഷെ ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ട് അങ്ങ് എന്ത് ഭംഗിയാണോ. അവിടെ ഇതിന് അങ്ങോളം പാർക്കുണ്ടല്ലേ, എന്താ പറയാ, വോക്ക് വേയോ എന്താ പറയാ. മറ്റേ വണ്ടല്ലൂരിനേക്കാണ് അടിപൊളിയാ അല്ലേ. വണ്ടല്ലൂരിൽ എത്ര 200 റുപ്പീസോ അല്ലേ. ഇനി ഇവന് നിൽക്കൂല വിട്ടാട്ടെ, എല്ലാത്തിലും കയറേണ്ടി വരും. അത് അവിടെ ഒരു ഇതാ ഹോസ്, മറ്റേ യൂണിക്കോൺ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇരുടായി വരുന്നതിനനുസരിച്ച് അവിടെ ഭംഗി കൂടി വരുവാന്ന് തോന്നിയിട്ടുണ്ട്. കാരണം അവിടെ മൊത്തം അവർ ലൈറ്റ്സൊക്കെ ഇട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ പകൽ കാണുമ്പോൾ വേറൊരു ഭംഗി, ഒരു ഇരുട്ട് വരുമ്പോൾ വേറൊരു ഭംഗിയാണ്. അപ്പോൾ ആ ലൈൻസൊക്കെ കാണുന്നത് സിപ്പ് ലൈൻ്റെ ആണ് കേട്ടോ. ആ ഒരു പാർക്ക് മൊത്തം ചുറ്റി കാണാനുള്ള സിപ്പ് ലൈൻ ഉണ്ട്. അതിൻ്റെ റേറ്റും കാര്യങ്ങളും നമ്മൾ ചോദിച്ചിട്ടില്ല. കാരണം നമുക്കാകെ കുറച്ച് സമയം ഉണ്ടായിരുന്നു, അതിനുള്ളിലെല്ലാം കണ്ടു തീർക്കണം. ഒരു 7:30 ആകുമ്പോഴത്തേന് ഇറങ്ങിക്കഴിഞ്ഞാൽ വീട്ടിലെത്തുമ്പോഴത്തേക്ക് ഒരു 8 മണി 8:30 ആവുള്ളൂ. 1 മണിക്കൂർ ട്രാവലിംഗ് ഉണ്ട്. അപ്പോൾ ഈ ഒരു
സ്ഥലം നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ അതുവിനെ പെട്ടെന്ന് കരഞ്ഞതുകൊണ്ട് അവനൊന്ന് കൂളാക്കാൻ വേണ്ടി അങ്ങോട്ട് പോയതാണ്. പക്ഷേ ഈ സ്ഥലം നൈറ്റ് കുറച്ചും കൂടി ഇരുടായി കാണാൻ ആ ഭംഗി, കാരണം അടിയിൽ നിന്ന് ലൈറ്റ് പൊങ്ങുന്നത്, ലൈറ്റിൻ്റെ കളറ് മാറി മാറി വരുന്നുണ്ട്. അപ്പോൾ വെള്ളവും കൂടി ആകുമ്പോൾ ഭയങ്കര ഭംഗിയാണ്. അതുവിനാണെങ്കിൽ അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഗൈസ്, ഇവിടെ വരുന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ വരണം. കുറേ കാണാനും കുറേ എന്താ അടിപൊളിയാണ്. എല്ലാം കുറേ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. ഇതുണ്ടോ ഏറുമാടം, അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. ചെന്നൈയിൽ വന്നിട്ട് നമ്മൾ വന്ന സ്ഥലത്തിൽ വെച്ചിട്ട് വൺ ഓഫ് ദ ബെസ്റ്റ് സ്പോട്ട് എന്ന് പറയുന്നത്. അധികം പേർക്കും അറിയില്ല ഇങ്ങനെ സ്ഥലം ഉള്ളതും ഇതിനെക്കുറിച്ച് അങ്ങനെ അറിയില്ലാന്ന് തോന്നുന്നു. എന്തായാലും ഒരു രക്ഷ, അടിപൊളി. ഈച്ച് ആൻഡ് എവറി കോർണർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അത്രയ്ക്ക് സൂക്ഷ്മമായിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഈ ഒരു ട്രീ ഹൗസൊക്കെ കണ്ടു എന്ത് അടുക്കിലാണ് ഓരോ ആ ഒരു സെറ്റിംഗ് ഒക്കെ നടത്തിയിട്ടുള്ളതെന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവും. പിന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്, എന്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നമ്മൾ അധികം പാർക്കിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർ അവിടെ പോകരുത് ഇവിടെ പോകരുത്, ആ പുല്ലിലിറങ്ങരുത്, അങ്ങനെയൊക്കെ കുറേ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്നാൽ തന്നെ അവിടെ എല്ലാം തന്നെ മര്യാദയ്ക്ക് ക്ലീനും ആയിരിക്കില്ല. പക്ഷേ ഇവിടെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. പിന്നെ അതിനകത്ത് തന്നെ റെസ്റ്റോറൻറ്റും കാര്യങ്ങളും ഉണ്ട്, ഫുഡ് സ്പോട്ടും അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ടോയ്ലറ്റ് ആണെങ്കിൽ ടോയ്ലറ്റ്, ഫീഡിങ് റൂം ഉൾപ്പെടെയുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കുട്ടികളെ കൊണ്ട് പോകാൻ ഭയങ്കര കംഫർട്ടബിളാണ്. പിന്നെ നമ്മൾ എന്തെങ്കിലും സ്നാക്സ് കഴിക്കാമെന്ന് വെച്ച് പോയി, പക്ഷെ അവിടെ നോക്കുമ്പോൾ ഒടുക്കത്തെ തിരക്കായിരുന്നു. പിന്നെ നമ്മൾ വിചാരിച്ചു കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാം. റാഗി തരട്ടെ? റാഗി വേണോ? വേണ്ടേ? ബിസ്ക്കറ്റ് വേണോ? ബിസ്ലടിച്ചു. 6 മണിയായി. എന്നാ ഫോഗ് വെള്ളത്തിൻ്റെ അത് കാണ്ടിട്ടായിരിക്കും മിസ്ലി. അതിലൂടെ നടക്കുമ്പോൾ വീഡിയോ എടുക്കാൻ നല്ല ഭംഗിയായിരിക്കും അല്ലേ? നൈസ്. അതാ ഞാൻ വെച്ചത് ബിസിലടിച്ചിട്ട് പോവേണ്ട സമയമായോ? അത് വെള്ളാണോ പുകയാണോ? വെള്ളാന്ന് തോന്നല്ലേ? വെള്ളാണ്. നൈസ് സാധനം. നേരത്തെ ഇതിങ്ങനെ ഉണ്ട്, പക്ഷെ ഞാൻ നേരത്തെ അതോ എന്താ ഇത്? വെള്ളാണല്ല. സൂപ്പർ. അത് നൈസ്. ഒരു പുറത്താടി പോയ പോലെ ഉണ്ട്. അതെന്താ ഇത്? അടിപൊളി. ഇതിൽ നിന്നാണ് വെള്ളം വരുന്നത്. രക്ഷയില്ല ഗൈസ്. ഇതൊക്കെ ബാക്കിൽ അവിടെ ഫുള്ള് വെള്ളത്തിനെ കൊണ്ട് ഇങ്ങനെ ഫോഗ് പോലെയായിട്ട് രക്ഷ. അടിപൊളി. നല്ല വൈബ്, നല്ല ആംബിയൻസ്, സൂപ്പർ. ചെന്നൈയിലുള്ള ആൾക്കാരാണെങ്കിലും ചെന്നൈയിലേക്ക് വരാൻ പോകുന്ന ആൾക്കാരാണെങ്കിലും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസാണ്. എനിക്കൊന്ന് ഈ ടൈമിൽ തന്നെ വരണം. നമ്മൾ നേരത്തെ വന്നിട്ട് കാര്യമില്ല, ഈ ടൈമിന് തന്നെ വരണം. ആ ഒരു പൂമ്പാറ്റ ഈ ടൈമിന് തന്നെ വരണം അല്ലേ കൂട്ടാ? എന്നാൽ പക്ഷെ കുറച്ചുകൂടി നേരത്തെ വരണം അല്ലേ? ഒരു 3 മണിയിലാകുമ്പോൾ ഇവിടെ എത്തിയാൽ കറക്റ്റാണ്. കാരണം ബാക്കിയെല്ലാം കണ്ട് ഇവിടെ എത്തുമ്പോഴത്തേക്ക് നല്ല ആംബിയൻസ് എല്ലാം കിട്ടും. അടിപൊളി. ഇതാണ് രക്ഷ. അടുത്ത ട്രീ ഹൗസ്. പക്ഷെ ട്രീ ഹൗസെല്ലാം ഉണ്ടാക്കിയ നല്ല ഭംഗിയല്ലേ? അവർ ഇതിനായിട്ട് മരം ഉണ്ടാക്കിയ വെള്ളച്ചാട്ടം. ഗായ്സ്, ഇത് നോക്ക് എന്ത് ഭംഗിയാ. ഇതൊരു ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയതാ വാട്ടർഫോൾസ്. എന്ത് ഭംഗിയാ, നല്ല ഭംഗിയുണ്ടല്ലേ? അതും എന്തായി കാണുന്നേ? അതിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ്. അപ്പം ഏകദേശം കഴിയാറായിട്ടുണ്ട് ഇതിൽ നിന്ന്. ഇനിയിപ്പം ആദുവിന് ഒന്ന് ഫുഡ് കൊടുക്കണം. പോകുന്നതിന് മുമ്പ് ഫുഡ് കൊടുത്തിട്ടില്ല പിന്നെ ശരിയല്ല. പിന്നെ ഫുഡ് കൊടുത്ത് അവനങ്ങ് ഉറങ്ങിക്കോളും, പിന്നെ സീനില്ല. ഫുഡ് കഴിക്കാൻ വേണ്ടി അവിടെ നല്ല രസമുണ്ടല്ലേ? പക്ഷെ ഇവിടുത്തെ ആകെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സ്ഥലത്ത് അകത്തും പേ ചെയ്യണം. അത് കുറച്ച് പ്രശ്നമാണ്. കാരണം എൻട്രി ഫീ 100 രൂപ വരുന്നുണ്ട്. ഒരു 10-20 ആണെങ്കിൽ നമുക്ക് ഉള്ളിലും പേ ചെയ്യുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല അല്ലേ? ഇതിപ്പോൾ നോക്കുമ്പം 100 രൂപയും കൊടുത്ത് കയറിയിട്ട് പിന്നെയും പേ ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് 150 വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. വെള്ളച്ചാട്ടം കണ്ടിട്ടിരിക്കുന്ന നോക്കിയേ, നല്ല രസമുണ്ട്, നല്ല ആംബിയൻസ്. സൂപ്പർ. ആക്ച്വലി ഇന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമുക്ക് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു എങ്ങനെയായിരിക്കും സ്ഥലം, എന്തായിരിക്കും എന്നൊക്കെയുള്ള കാര്യത്തിൽ. പക്ഷേ വന്നത് ഭയങ്കര വേർത്തായിട്ട് തന്നെ തോന്നിയിട്ടുണ്ട്. നല്ല പ്ലേസ് ആയിരുന്നു അത്. ഫാമിലിയൊക്കെ കൂട്ടിയിട്ട് പോകാനും കുട്ടികളൊക്കെ പോയിട്ട് ചില്ല് ചെയ്യാൻ പറ്റിയൊരു ആംബിയൻസിലെ സ്ഥലമാണ്. അപ്പം നിങ്ങൾ പറ്റുവാണെങ്കിൽ എന്തായാലും ഇവിടെ വിസിറ്റ് ചെയ്യണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പം ഇപ്പോൾ സമയത്രേ
7 മണിയായിട്ടുണ്ട്. 7 മണിയായിട്ടുണ്ട്. നമ്മൾ തിരിച്ച് പോകാൻ നോക്കുന്നതാണ്. പോകാൻ ഇറങ്ങിയായിരുന്നു. പിന്നെ അതിന് ഫുഡെല്ലാം കൊടുത്ത് അവനെ ഉറക്കി അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഇവിടെ വന്നിട്ട് അടിപൊളിയായി. നമുക്ക് നഷ്ടം വരില്ല എന്തായാലും. അപ്പം ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്താമെന്ന് വിചാരിക്കുന്നു. കാരണം വെറുതെ വലിച്ചു നിർത്തിയിട്ട് കാര്യമില്ലല്ലോ. ഈ വീഡിയോ അത്രയേ ഉള്ളൂ. ബൈ.